impressive. A big burden is off. Oh yeah. Rohan, how do you feel now? Yeah, better. നിന്റെ അനിയത്തിക്ക് ഒരു നല്ല ചേച്ചി, ഭർത്താവിനൊരു നല്ല ഭാര്യ, നാട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഡോക്ടർ. നിന്നെ പോലെ ഒരാളെ കിട്ടിയതിന് ഞാൻ ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ടാവും. എനിക്ക് സുഖിച്ചു. ഇനി എനിക്ക് നിന്നെ കെട്ടിപ്പിടിക്കാമോ? ഓ നമ്മുടെ ധനീഷ് മരിക്കാൻ കാരണക്കാരൻ ഞാനാണ് മാഡം. ഉറപ്പായിട്ടും ആ സൈക്കോ ശ്യാം ഒരു മനുഷ്യനല്ല, മൃഗം തന്നെയാ. റിലാക്സ്. ഫയർ ചെയ്തതിനു ശേഷം കുത്തിയതായിരിക്കുമോ അതോ കുത്തിയതിനു ശേഷം ഫയർ ചെയ്തായിരിക്കുമോ? എന്തോ തോന്നുന്നു? ഈസിയസ്റ്റ് വേ എന്താന്ന് വെച്ചാ നാച്ചുറലി ഫസ്റ്റ് ഷൂട്ട് ചെയ്ത് അവന്റെ ദേഷ്യം തീരുന്നത് വരെ, കുടല് പുറത്തെടുക്കുന്നത് വരെ കുത്തി, അതിനുശേഷം വിരല് കട്ട് ചെയ്തതായിരിക്കാം. അതെ സർ, എനിക്കും അങ്ങനെ തോന്നുന്നു. സെയിം മോഡ് ഓഫ് ഓപ്പറേഷൻ. 100% ഇത് സൈക്കോ സാമിന്റെ പണി തന്നെയാ. ആ കോൾഡ് ബ്ലഡഡ് മർഡറർ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കാരണം രക്ഷപ്പെട്ടിരിക്കുന്നു. സർ, ഇറ്റ് വാസ് എ സെക്യൂരിറ്റി ലാപ്സ്. കീപ് ക്വയറ്റ്. ഡോണ്ട് ഗിവ് മീ സില്ലി ആൻസേഴ്സ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഇതൊരു വലിയ നാണക്കേടാണ്. മീഡിയക്കാർ ഇപ്പൊ തന്നെ നമ്മളെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുക. അവരോട് നമ്മൾ എന്ത് മറുപടി പറയും? പ്ലീസ് ഡോക്ടർ, ബ്ലഡ് സാമ്പിൾ റിപ്പോർട്ട്സ്, ഫിംഗർ പ്രിന്റ് റിപ്പോർട്ട്സ് ആൻഡ് ഫോറൻസിക് റിപ്പോർട്ട്സ് എല്ലാം എപ്പോൾ കിട്ടും? Don't react. മാഡം മാഡം Just keep walking. മാഡം ഒന്ന് നിൽക്കണേ. 100 വർഷത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള സൈക്കോ കില്ലറിനെ പിടിക്കുന്നത് തന്നെ. എന്നിട്ട് അവരെ ഒരൊറ്റ രാത്രി കൊണ്ട് പുറത്തു പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ആ സൈക്കോ ശ്യാം കാരണം മരണപ്പെടുന്ന ഓരോ നിരപരാധികൾക്കും നിങ്ങൾ വേണം സമാധാനം പറയാൻ. അതെ കമ്മീഷണറെ, മറുപടി പറയൂ. അതെ കമ്മീഷണർ സാറേ, അങ്ങനെ പോയാലെങ്ങനെ? ഞങ്ങളെന്താ ഇവിടുത്തെ സെക്യൂരിറ്റി ആണെന്ന് കരുതിയോ? നോക്കി, സിറ്റിയിൽ ഫ്യൂൽ റേറ്റിനേക്കാൾ ക്രൈം റേറ്റ് ആണ് കൂടുന്നത്. അതിനുള്ള മറുപടി പറയാതെ സാർ ഇവിടുന്ന് മുഖം തരാതെ പോയാലെങ്ങനെ? May I? Go ahead. ആരെ ഇവിടെ ബഹളം വെക്കുന്നേ? നിങ്ങളെ പോലെ തോന്നുന്ന സമയത്തെ ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കുവല്ലേ ഞങ്ങള്. 24 മണിക്കൂറും വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നവരാ പോലീസ്. വായിലെ നാക്കെ അടക്കി അതിനകത്ത് വെച്ചേക്കണം. ഇനി അത് പോട്ടെ, ആ സൈക്കോ ശ്യാമിനെ പിടിച്ചതേ മഹാരാഷ്ട്ര പോലീസോ അതുപോലെ ഗോവ പോലീസോ ഒന്നും അല്ല, കേരള പോലീസ്. അതും ഈ ഞാനാ. ഇനിയും അവനെ പിടിക്കും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. Breaking news. The war reaches dangerous proportions. On the mysterious escape of serial killer Psycho Shama, nationwide media condemns ACP Riya Venkatesh on her recklessness. Dreaded criminal Psycho Sham, alias Sham Sundar, escapes as the police attempt to escort him to the Nimhans in Bangalore city. ഓവർ സ്മാർട്ട് ആവാൻ നോക്കുവാണല്ലേ നീ? കേട്ടവനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു ഷൈൻ ചെയ്യുവല്ലേ? സോറി പറഞ്ഞില്ലേ, പ്ലീസ് സോറി. ഡിപ്പാർട്ട്മെന്റ് ബുദ്ധിമുട്ട് നിനക്ക് അറിയാവുന്നല്ലേ? ഞാൻ പറയുന്നതാണെന്ന് മനസ്സിലാക്കി. സൈക്കോ ശ്യാം ഒരു വശത്ത് ടോർച്ചർ ചെയ്യുന്നു, അതിന്റെ ഇടയ്ക്ക് നീയും ലവ് യു എന്ന് പറഞ്ഞ എന്റെ പിന്നാലെ നടക്കുന്ന കാര്യമൊക്കെ മറന്നോ നീ? ഞാൻ പറയട്ടെടോ, ഞാൻ പറയട്ടെ. ഒരു അവസരം കിട്ടിയ എന്തോ ദിവസവും പറയോ? പറയോ? ഞാൻ ജസ്റ്റ് എന്റെ ഡ്യൂട്ടി ചെയ്തെന്നല്ലേ ഉള്ളൂ. മൈക്ക് കയ്യിൽ കിട്ടിയ പിന്നെ ഒന്നും ഓർമ്മയില്ലല്ലേ? സോറി സോറി, ഒന്ന് ഛെ, ക്ഷമിക്കടോ. get lost. ഏയ് റിയ, റിയ, അമ്പോ തന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ പറ്റ പാട്. മർഡർ സ്പോട്ടിൽ നിന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടിയ കാര്യം നീ എന്റെ അടുത്ത് ഇറക്കല്ലേ? ഹായ്, ഇറ്റ്സ് ഓൺ മീ. ഓക്കേ സർ. താങ്ക് യു മാം.
Renowned film producer Rajashekhar brutally murdered. Is it Psycho Sham or actress Anjali? And exactly an hour after that, producer Rajashekhar was brutally murdered at his residence in Sham's signature murder style. But the evidence also points at Anjali, the proprietor of Joker Entertainment Media Company, as model Anjali's visiting card was found at the murder spot. So is it actor Anjali or Psycho Sham is behind this cold-blooded murder? You have to wait and watch for more forensic evidence. അയൽപക്കത്തുള്ള ആരും തന്നെ ഗൺഷോട്ടിന്റെ സൗണ്ട് ഒരല്പം പോലും കേൾക്കാതെ അവൻ കൊലപാതകം ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. എങ്കിലും കത്തി കൊണ്ട് 10 തവണ കുത്തി 10 വിരലുകൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടും ഫിംഗർ പ്രിന്റ്സ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോ കൊലപാതകി ആള് നിസ്സാരക്കാരനായിരിക്കില്ല. എക്സാക്ട്ലി. കം. പ്ലീസ് സിറ്റ്. റിയലി ഇറ്റ്സ് മെറ്റിക്കുലസ്. സർ, ബ്ലഡ് സാമ്പിൾ റിപ്പോർട്ട്. മാം, അയാളുടെ ബ്ലഡില് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇനിയിപ്പോ ഫിംഗർ പ്രിന്റ് റിപ്പോർട്ട് ആയിക്കോട്ടെ, പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആയിക്കോട്ടെ, യാതൊരു വിധത്തിലുള്ള എവിഡൻസും കാണുന്നില്ല. ഫോറൻസിക് റിപ്പോർട്ട് അവിടെ നിൽക്കട്ടെ. നോൺ ഫോറൻസ് എവിഡൻസ് എന്തെങ്കിലും? ഞാൻ അതിനിപ്പോ എന്താ പറയാ? എന്നാലും എനിക്കിതിന്ന് മനസ്സിലായത് മുമ്പ് നടന്ന കൊലയും ഈ കൊലയും തമ്മില് ഒരുപാട് സാമ്യമുണ്ട്. സെയിം മെത്തഡ് ഓഫ് ഓപ്പറേഷൻ, സെയിം സിഗ്നേച്ചർ. ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ഈ സൈക്കോ ശ്യാമിനെ തന്നെ പ്രൈമറി സസ്പെക്റ്റായി കാണാതെ തരവില്ല. അതുമാത്രമല്ല, മേഡം ഇപ്പൊ പറഞ്ഞതുപോലെ ആ രാജശേഖരന്റെ ബോഡിയുടെ അടുത്തുനിന്ന് വിസിറ്റിംഗ് കാർഡൊക്കെ കിട്ടിയ സ്ഥിതിക്ക് അവളുടെ കാര്യത്തിൽ നമുക്കൊരു സംശയം തോന്നുമല്ലോ. ഡോക്ടർ, താങ്കളും ഇവരെ പോലെ നോൺസെൻസ് പറയല്ലേ? സർ, ഞാൻ പറഞ്ഞ രാജശേഖർ ഒരു ഫിലിം പ്രൊഡ്യൂസറാണ്. അയാളുടെ വീട്ടിൽ ഈ മോഡൽസിന്റെ ആക്ടേഴ്സിന്റെയും വിസിറ്റിംഗ് കാർഡ് അല്ലാതെ പച്ചക്കറി കച്ചവടക്കാരനെയും പഞ്ചർ കടക്കാരനെയും വിസിറ്റിംഗ് കാർഡ് ഉണ്ടാവുമോ? അതും കറക്റ്റാ. ഓൾറെഡി രാജശേഖർ അഞ്ജലിയെ വെച്ച് ഒരു സിനിമ പിടിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് ആൻ ഓപ്പൺ സീക്രട്ട്. ഐ എം സോറി. സോ വിസിറ്റിംഗ് കാർഡ്സ് അവിടെ കാണുന്നത് കോമൺ. പിന്നെ നിങ്ങൾ എന്റെ പെർമിഷൻ ഇല്ലാതെ പ്രോട്ടോകോൾ മറികടന്ന് അഞ്ജലിയുടെ വിസിറ്റിംഗ് കാർഡിനെ കുറിച്ച് മീഡിയാസിനോട് പറഞ്ഞത് വളരെ തെറ്റായി പോയി. സർ, ഞാനല്ല അത്. അത് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, വീണ്ടും റിപ്പീറ്റ് ആവാൻ പാടില്ല. സർ, ആൻഡ് വൺ മോർ തിങ്, ഇത്രയും നാളായി താൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊമോഷൻ തനിക്ക് ഇപ്പൊ കിട്ടാൻ പോവാ. ഇനിയെങ്കിലും കുറച്ച് ശ്രദ്ധിച്ചൊക്കെ മൂവി. ആൻഡ് നാളെ പ്രസ് മീറ്റിനിടയ്ക്ക് അറിഞ്ഞോ അറിയാതെ അഞ്ജലിയെ കുറിച്ച് ഒരു വാക്ക് മിണ്ടിയേക്കരുത്. ഇറ്റ്സ് മൈ ഫൈനൽ വാർണിംഗ്. യെസ് സർ. ഹാവ് ഇറ്റ് സർ, പ്ലീസ്. യാ. Fresh report on the promotion issue of ACP Riya Venkatesh. Suspense breaks as finally the promotion issue openly debated for a long time comes to an end. Recent speculations were that this promotion might be halted due to the recklessness of Riya Venkatesh and the dramatic escape of Psycho Sham. Psycho Sham has been absconding for a period of 24 നമ്മുടെ മേഡത്തിന് പ്രൊമോഷൻ SBI കിട്ടി. has announced a search party. This is an official confirmation that ACP Riya Venkatesh is now promoted as DCP. What she does has to be seen only now, since she has the advantage of being the DCP of Bengaluru. ഈ സന്തോഷത്തിന് എന്തായാലും ഒരു പാർട്ടി വെച്ചേ പറ്റൂ. ഉറപ്പായിട്ടും. ഒരു ജ്യൂസ് കൂടെ എടുത്തോന്നേ. എങ്ങനെയുണ്ട്? നല്ല രുചിയില്ലേ? ഇപ്പൊ വന്നോളൂ മാഡം. Okay, carry on. മൂർത്തി എന്നാ വന്നപ്പോഴേ പിന്നെ തുടങ്ങി. സാറൊരു ജ്യൂസ് കുടിച്ചാട്ടെ. എന്റെ പൊന്നു മാഡം, ഇത് സ്റ്റേഷനൊന്നും അല്ലല്ലോ, ഞാനൊന്ന് ഫ്രീ ആയിട്ട് എവിടെ ചെന്നാലും കുടിക്കാൻ ഒരുപാടൊന്നും കിട്ടിയ കുടിച്ചിട്ടില്ല. ബോധമില്ല. ഹായ്, Thank കൺഗ്രാറ്റുലേഷൻ. you, thank you, thank you, Congratulations. thank you so much. ഇറ്റ്സ് ബീൻ സോ ലോങ്. നമ്മൾ അവസാനം കോളേജ് വെച്ച് കണ്ടതാ. റിയലി ഗ്രേറ്റ് യാ. ഞങ്ങളൊക്കെ മീഡിയ മെഡിക്കൽ എന്ന് പറഞ്ഞ് പോയി ജോയിൻ ചെയ്തു. നീ ആണെങ്കിൽ IPS എടുത്ത് ACP യിൽ നിന്ന് DCP ആയി. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എന്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പിലും എന്റെ ചേച്ചിയുടെ സപ്പോർട്ട് ഉണ്ട്. എനിക്ക് കിട്ടിയ എല്ലാ ക്രെഡിറ്റ്സും ഞാൻ ചേച്ചിക്ക് കൊടുക്കും. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് യു ഗൈസ്. Sure. മേക്ക് ഷുവർ യു എൻജോയ് ദി പാർട്ടി. മാഡം, ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സാ? അതെ, ഓ, വെരി നൈസ്. ഇയാൾക്ക് ഓൾറെഡി 2 ഭാര്യയും കുറെ പിള്ളേരും ഉണ്ട്. യു ഗൈസ് എൻജോയ്. Okay, see you യാ around. ഷുവർ. അതെയോ? അനിയത്തിയെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു.
അതെന്താ ഇത്രയ്ക്ക് അസൂയ തോന്നാൻ മാത്രം? എന്നെപ്പോലെ ഒരു അനീതി എനിക്ക് കിട്ടിയില്ലല്ലോ. ഹലോ ഡോക്ടർ രേഖ. ഓ, ഹായ്, നമസ്കാരം. നമസ്കാരം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ അവസാനം നിങ്ങളുടെ സ്വപ്നം സഫലമായല്ലോ. സർ, നിങ്ങളാണ് അവളുടെ മെന്റർ. പ്രൊമോഷന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് കൂടിയുള്ളതാ. നോ, ഷീ ഡിസേർവ്സ് എവറി ബിറ്റ് ഓഫ് ഇറ്റ്. കുറച്ച് മുൻദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ, അതൊന്ന് കൺട്രോൾ ചെയ്താലേ ആള് നല്ലൊരു ഓഫീസർ. അതെ സർ. Let's have a selfie with the group. അതെ അതെ ഞാൻ തന്നെ പറഞ്ഞു വന്നേ ഞാൻ ഭാർഗവ്, ചെയ്യാനായിട്ട് come, let me introduce. കൊള്ളാലോ. വേഗം നടക്ക്. ഹായ് സർ. സോറി സർ, ഞാൻ സാറിനെ കണ്ടില്ല. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് ഗോഡ് യു ബ്ലെസ് സോ യു. മച്ച് സർ. സർ ബൈ ദ വേ, ദിസ് ഇസ് ഭാർഗവ്. ചേച്ചി, hi, sir. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതാ ഭാർഗവ്. നമസ്കാരം. സർ, മീഡിയയിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അന്ന് ആ മർഡർ സ്പോട്ടിൽ വെച്ച് ഞാൻ ഒരു ക്രൈം റിപ്പോർട്ടറാണ് ഓ, സാർ. ഗുഡ് പ്രൊഫഷൻ. കുറച്ച് ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യോ മാൻ. അച്ഛനെ പോലെ തന്നെ ഉണ്ട് മകൻ. What? അയ്യോ മണ്ടി, സ്വന്തം അച്ഛൻ അയാളുടെ മകനെ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ ആള് നീ ആയിരിക്കും. You? അച്ഛൻ അച്ഛൻ നിൽക്കുന്നു. I'm sorry sir. You guys are just pulling my leg, right? ഓ നോ നോ നോ. വെച്ചിട്ടുണ്ട്. Hi. Hi. Hi, ഹലോ, Rohan. നമസ്കാരം. രേഖയുടെ ഫ്രണ്ടാണല്ലേ? Hi. ഹായ്. നിന്നെ ഞാൻ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാ. ഹായ് ഗായ്സ്, ഹായ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു മൈ ഗോർജിയസ് ഫ്രണ്ട് അഞ്ജലി. കോളേജിൽ എന്റെ 2 വർഷം ജൂനിയർ ആണെങ്കിലും മൈ ക്ലോസ് ബഡി. ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിൽ എല്ലാ ആണുങ്ങളും ഇവളുടെ പുറകെ ആയിരുന്നു. അതിനിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. എല്ലാ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരെ ഒന്ന് സൂക്ഷിച്ചോണേ. നമ്മുടെ കമ്മീഷണർ സാറിന്റെ കൺട്രോൾ ഇപ്പോഴേ പോയിരിക്കുക.